ഹലോ ഗൈസേ, അമിത്ഷാക്ക് ദിലീപ് കേസിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു വർത്താനം വരുന്നുണ്ടല്ലോ ഗൈസ്. എന്താണ് എന്തൊക്കെയാണ് ഇത്? ഞാൻ പറയണതല്ല കേട്ടോ, ബാലചന്ദ്രകുമാർ ഉപരി പറഞ്ഞുള്ള കാര്യങ്ങളാണ്. എൻ്റെ ദൈവമേ, ടി ജിയുടെ ഒരു വീഡിയോ കാണാനിടയായി ഗൈസ്. ഒരു 10-38 വീഡിയോ ഉണ്ട്. ചിരിച്ചാണ് ചത്തുള്ള കാര്യം പറയാം. തിരിച്ചെത്തു പറഞ്ഞാൽ നിങ്ങൾ ഇനി ആ ഒരു കേസിൻ്റെ തീവ്രതയെ കുറിച്ചിട്ട് പരിഹസിക്കുക അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ബാലചന്ദ്രകുമാറിൻ്റെ അമിത്ഷായുമായി ബന്ധപ്പെട്ടുള്ള മൂപ്പര ഒരു തള്ളുണ്ടല്ലോ, അത് ആ ഒരു ഭാഗം വായിച്ചിട്ട് ടി ജി വായിച്ചപ്പോൾ ചിരിച്ചെത്തു. അതാണ് പറയണത്. തള്ളിന് ഒരു നോബൽ പ്രൈസ് കൊടുക്കണമെങ്കിൽ അത് ബാലചന്ദ്രകുമാറിന് കൊടുക്കണം എന്നാണ് ടി ജി പറഞ്ഞത്. എനിക്കും അങ്ങനെ തോന്നി കേസ്. ടി ജി ബാലേന്ദ്രകുമാർ മരിച്ചുപോയി, പാവം. മരിച്ചുപോയ ഒരാളെ കുറിച്ച് അപമാനിക്കുക അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഇയാൾക്ക് എന്തിൻ്റെ ദേഷ്യമാണ് ദിലീപിനോട്? ദൈവമേ, എന്ത് കഥ ഉണ്ടാക്കിയായിരുന്നു. മൂപ്പര് ആദ്യം പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് ദിലീപിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൻ കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മൂപ്പര്. അങ്ങനൊരു കെട്ടുകഥയാണ് മൂപ്പര് ഉണ്ടാക്കിയത്. ആരൊക്കെ അറിയാം? അതിൽ ഏതൊക്കെ ജസ്റ്റിസുകളുടെ കാര്യം പറയുന്നുണ്ട്, ഏതാ എസ് ടി എന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതേപോലെ 2 കോടതികളിലെ ജഡ്ജികളുടെ പേര് അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കമലഹാസൻ, മമ്മൂട്ടി, പിന്നെ ആരാണ്, അമിത്ഷാ, പിന്നെ മറ്റേ കേരള ഗവർണറായില്ലേ സദാശിവം, ജയറാം, ഇങ്ങനെ കുറേ ആളുകളുടെ പേര്. പിന്നെ വേറെ പന്നീർ സെൽവോ, ഏതൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഇവരെല്ലാവരും കൂടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇത്രേ ദിലീപിന് ജാമ്യം റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു തുടക്കക്കാരാർ ബാലേന്ദ്രകുമാറാണ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ സംഗതിയൊക്കെ റെഡിയാക്കി കൊടുത്തത്. ബാലേന്ദ്രകുമാർ അപ്പോൾ ആരാ ആള്? ഇതെന്താ കാര്യം എന്നറിയോ? ഇതൊരു പാർട്ടിയുടേതാണ് എന്നുള്ള രീതിയിലേ ബി ജെ പിക്കാരെ കുത്തി കുത്തി സംസാരിക്കാൻ വേണ്ടി, ബി ജെ പിക്ക് ഒരു നെഗറ്റീവായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, പണി കൊടുക്കാൻ വേണ്ടി ബാലചന്ദ്രകുമാർ കളിച്ച കളിയായിട്ടൊക്കെ തോന്നുന്നത്. ഇത് മറ്റേതുപോലെ തന്നെ ലൂസിഫർ സിനിമ അല്ലേ, അതിൽ പാർട്ടിപരമായ രീതിയിലുള്ളൊരു സംഭവമല്ലേ പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇത് അതുപോലെ ഈ പാർട്ടിക്കാർ തമ്മിൽ കുത്തി ചത്തോട്ടെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഇങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ ഇട്ടിച്ചേ വാർത്താ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ആയിക്കോട്ടെ, ബി ജെ പിക്കാരെ ആളുകൾ വെറുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാലേന്ദ്രകുമാർ ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തു പോകുന്നു. കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ തെളിവ് ഇവിടെ, എന്താ സംഭവം എന്ന്. കോടതിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം ഇതിലൊന്നും തെളിവില്ല, ചുമ്മാ മൂപ്പരിങ്ങനെ തള്ളുകയാണ്, കഥ ഉണ്ടാക്കിയവർക്ക്. മൂപ്പർക്ക് എന്തായാലും നല്ല രീതിയിൽ കഥ, തിരക്കഥ, സംവിധാനം ചെയ്യാൻ പറ്റിയറിയില്ല. കഥ ഉണ്ടാക്കാം തോന്നുന്നു. പാവ ആൾ മരിച്ചുപോയി, എന്നാലും പറയണത് നമ്മൾ പറയുന്നത് ശരിയില്ല. എന്നാലും ഇയാളിത് എന്ത് കണ്ടിട്ടാണ്? അപ്പോൾ ഇതിലെ മമ്മൂട്ടി എന്നുള്ളത് കേട്ടിട്ടായിരിക്കും മറ്റേ അഡ്വക്കേറ്റ് മമ്മൂട്ടിക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. എൻ്റെ ദൈവമേ, നിങ്ങളെ അവസ്ഥ ആലോചിച്ച്. ഇത്രയും ആളുകൾക്ക് ഇതിൽ റോളുണ്ട് എന്നൊക്കെ, ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ദിലീപിന്. പിന്നെ മൂപ്പര് പറയണ വേറൊരു സാധനമില്ല, ഇയാൾ ബാലേന്ദ്രകുമാരെന്ന് വിഡ്ഢിയായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം, ഇത് ഞാൻ പറയണത് ആ വിധി പകർപ്പുണ്ടല്ലോ, അത് ടി ജി വായിച്ചായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ബേസിലാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, പ്രോസിക്യൂഷൻ്റെ വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ദിലീപും പൾസർ സുനിയും കൂടിയും സംസാരിച്ചില്ല, കണ്ടില്ല, കാണാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും പരമാവധി ശ്രമിച്ചു എന്നായിരുന്നു അവരുടെ പോയിന്റ്. ഓക്കെ, കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ബാലേന്ദ്രകുമാർ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ്, ഇവർ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഞാനും ഉണ്ടായിരുന്നു അവിടെ എന്നൊക്കെ. എന്നിട്ട് സംഭവം വെച്ചാൽ ഇതിനൊന്നും തെളിവില്ല, ഊപ്പരെ അങ്ങനെ ആക്കി. അപ്പോൾ കോടതി അത് എടുത്തിട്ടില്ല തെളിവ്, അങ്ങനെ തെളിവില്ല, അതാണ്. അപ്പോൾ മൂപ്പരെ വർത്താനം ചുമ്മാ കഥ കേൾക്കണവർ കേൾക്കാൻ പറ്റില്ലല്ലോ, ഇതിനൊക്കെ തെളിവ് വേണ്ടേ. പിന്നെ മൂപ്പര് പറഞ്ഞുള്ള കാര്യം, ദിലീപ് വാട്സപ്പിൽ അയച്ച മെസ്സേജുകൾ എന്ന് പറഞ്ഞിട്ടെ, ഇതൊക്കെ മൂപ്പര് വേറൊരു ഇതിക്ക് എഡിറ്റ് ചെയ്തിട്ട് കയറ്റിയായിരുന്നു. ഇന്ന ആൾക്കാർ ദിലീപ് അയച്ച മെസ്സേജ്, ഇന്ന ആൾക്ക് അയച്ച മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒറിജിനൽ സംഭവം എവിടെയെന്ന് വെച്ചാൽ ഒറിജിനൽ സംഭവം ഇല്ല. ഒറിജിനൽ സംഭവം ഇല്ലാണ്ട് പിന്നെ എന്ത് തേങ്ങണത്? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഇത് ശരിക്കും ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്നുള്ളതിനുള്ള ഒറിജിനൽ തെളിവ്, ഡിജിറ്റൽ തെളിവ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ, ടി ജി വായിച്ചതിൽ. അപ്പോൾ അത് ഒറിജിനൽ സംഗതി ഇല്ല, ആ ഫോണ് കാണാനില്ല അല്ല, അങ്ങനെ ഫോണ് കാണാണ്ടേ പോണത് ഗൈസ്. ഒറിജിനൽ ഫോൺ കാണാനില്ലാന്ന്. ഒറിജിനൽ ഫോൺ അപ്പോൾ ആരെ മുക്കിയത്, അതെങ്ങനെ കാണാണ്ടേ പോണത് ഗൈസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഒറിജിനൽ ഫോണ് ഒരു സംഗതി ഇല്ലെങ്കിലും ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും എന്നുള്ള രീതിയിലാണ്, ആ ബേസിലാണ് ഈ സംഗതികൾ നടന്നുള്ളത്. അപ്പോൾ ഒറിജിനൽ സംഗതി ഇല്ല ഗൈസ്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത്
എന്തായാലും ടി ജിയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒറിജിനലായിട്ടുള്ള ഒരു ഫോൺ ഇല്ലെങ്കിലും ആ വിഷ്വലിൽ നിന്ന് ക്ലിയറാണ് അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, പൾസർ സുനി അങ്ങനെ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു സംഗതി എന്താ പറയുക, കോടതി പോലും ചോദിച്ചിട്ടുള്ള ഒരു സംഗതി, കോടതി ചോദിച്ചിട്ടുള്ള ഒരു സംഗതി, ഇതിൽ മാഡം എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ അതിൽ അതിജീവിതം പറയുന്നുണ്ടല്ലോ, മാഡം അങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് വിചാരിക്കുന്നത്, പിന്നീട് ദിലീപിൻ്റെ പേര് വരിക ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പലരും ഭാഗ്യലക്ഷ്മിയൊക്കെ ചേർത്തതാണ്, ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ വന്നത്. ഭാഗ്യലക്ഷ്മി ഇപ്പോഴും വിചാരിക്കുന്നത് ദിലീപ് തന്നെ അതിൻ്റെ പിന്നിൽ ഇതാണ്. എന്താ ചെയ്യുക? ഞാൻ ഇവിടെ പറഞ്ഞത് ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന അവരുടെ പേരെന്താ, സീതാലക്ഷ്മി എന്താ തോന്നുന്നു കേസ്, എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ടി ജി മാധ്യമങ്ങൾ പറഞ്ഞ ശ്രീലക്ഷ്മി എന്നാണ്, പൾസർ സുനി പറയണതും ശ്രീലക്ഷ്മി എന്നാണ്. പൾസർ സുനി അല്ല, ആരാ പറഞ്ഞത് ശ്രീലക്ഷ്മിയാണ്, നമുക്ക് കിട്ടണ വിവരം ശ്രീലക്ഷ്മി എന്നാണ്. ടി ജി വായിച്ച സീതാലക്ഷ്മി എന്നാണ് കേസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരൊരു സാക്ഷി പോലും ആക്കില്ല? ഇത്രയും ഒരു മെസ്സേജ് 7 മെസ്സേജ് അയച്ചിടണം, 6 വട്ടം മിസ് കോൾ അടിച്ചിടണം, വിളിക്കുകയൊക്കെ ചെയ്തിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവരൊരു സാക്ഷി പോലും ആക്കില്ല? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ മെയിൻ ആൾ, അവരായിരിക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക, സാധ്യതയില്ലേ? എന്തുകൊണ്ട് പോലീസുകാർ പ്രോസിക്യൂഷൻ അവർ ഒഴിവാക്കി? അവരുടെ പ്രൈവസി പുറത്തു വരണ്ട വിചാരിച്ചിട്ട് അത്ര. എന്ത് കഷ്ടമാണ് കേസ്. അപ്പോൾ പൾസർ സുനി ആരാ? പൾസർ സുനി ഒരു കോഴിയായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. പൾസർ സുനി അവിടുത്തെ പ്ലേ ബോയ് ആണോ അല്ലെ അറിയാണ്ട് ചോദിക്കുകയാണ്, എനിക്കൊരു ഡൗട്ടുണ്ട്. പൾസർ സുനിക്ക് കുറേ പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂപ്പര് വേറെ എന്തൊക്കെ ഇങ്ങനെയുള്ള ആളായിരുന്നു, ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും പറയുന്നത്. പൾസർ സുനി ഒരാളോട് മാത്രമല്ല കേട്ടോ, വേറെ പലരോടും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പൾസർ സുനിൻ്റെ ഫോണിൽ നിന്ന് കോൾ പോയിട്ടുണ്ട്, പൾസർ സുനിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോൺ കോൾസ് വിളിച്ചിട്ടുള്ള ഈ ആളുകളെ എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തില്ല കോർട്ടിൽ? എന്തുകൊണ്ട് ഇവരെ സാക്ഷിയാക്കിയില്ല? ഇവർക്ക് ഇതിലൊക്കെ പങ്കുണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പോലീസ് അതൊക്കെ മുക്കിയത്? അപ്പോൾ ദിലീപ്, അപ്പോൾ ഇവർക്ക് വേണ്ടത് സീതാലക്ഷ്മി അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവരെയല്ല ഇവർ ടാർഗറ്റ് ചെയ്തത്. സത്യമല്ല ഇവർക്ക് അറിയേണ്ടതില്ല, ഇവർക്ക് ദിലീപിനെ എങ്ങനെയും കുടിക്കിയാൽ മതി, അതിനുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അതിന് ബാലേന്ദ്രകുമാർ എന്തായാലും കൊണ്ട് കയറ്റി അടിച്ചിട്ടുണ്ട് നറേറ്റീവ് കഥ അല്ലേ. പക്ഷെ എന്താ ചെയ്യുക കേസേ? ആ കോടതിയിൽ ഇതിൽ വേറൊരു സംഗതി എന്താ പറയുക, കോടതിയിൽ അതായത് വേടനെതിരെ പീഡന കേസ് വന്നിട്ടില്ലേ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വേടന് അവാർഡ് കൊടുത്തു? ആ അവാർഡ് കൊടുത്ത ജൂറിയിൽ നിങ്ങൾ മെമ്പറായിരുന്നല്ലോ എന്ന് ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നുണ്ട്. ദിലീപിനെ കോടതി വെറുതെ വിട്ടതല്ലേ, അതെന്താ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, കോടതി പോലും ചോദിച്ചിട്ടുണ്ട് ഉഭയസമ്മതപ്രകാരമാണോ നിങ്ങൾ തമ്മിൽ സെക്സ് നടന്നത് എന്ന് വേടനോട് എന്ന്. അപ്പോൾ അതുകൊണ്ട് വേടൻ പാവാണെന്നായോ, വേടൻ കുറ്റം ചെയ്തിട്ടില്ല എന്നായോ? കോടതി, അതായത് ഞാൻ പറഞ്ഞു പോയിന്റ് മാറിപ്പോയിട്ടോ. കോടതി പോലെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ ചോദിച്ചത് ഭാഗ്യലക്ഷ്മി ഒരു പോയിൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ, കോടതി വെറുതെ വിട്ട ആളല്ലേ ദിലീപ്, അപ്പോഴെന്താ ദിലീപ് കുറ്റക്കാരാണെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി? ഇതിൽ ഭാഗ്യലക്ഷ്മിക്കും പങ്കുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിൽ അവർ തെറ്റ് പറയാൻ ഒക്കൂല ഗൈസ്. കാരണം അങ്ങനെയുള്ള വിവരക്കേടുകൾ, പൊട്ടത്തരങ്ങളും അമിതാവേശമാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന പേരിൽ ഭാഗ്യലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. വേടൻ കാരണം അതിജീവിതയായിട്ടുള്ള അതിജീവിതയ്ക്കൊപ്പവും നമ്മളാണ്. അതേപോലെ ഈ ആക്ട്രസിൻ ആയിട്ടുള്ള അതിജീവിതയ്ക്കൊപ്പവുമാണ്. ഓക്കെ, അതിന് ദിലീപിൻ്റെ ജീവിതം നാശകോശാക്കണം, ദിലീപിനെ തൂക്കിക്കൊല്ലണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. തെളിവുണ്ടെങ്കിൽ, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേടനോട് ഒരു രീതിയിൽ വെറുതെ വിട്ടയക്കപ്പെട്ടിട്ടുള്ള ദിലീപിനോട് വേറൊരു രീതിയിൽ, അതെന്താ പരിപാടി എന്ന് മനസ്സിലാവണില്ല. അല്ല, വേടൻ കാരണം ഉണ്ടായ അതിജീവിതേനെ ഇവർ സപ്പോർട്ട് ചെയ്യണില്ല. ഇവർ സിനി ഫീൽഡിലുള്ള ഈ അതിജീവിതേനെ മാത്രം സപ്പോർട്ട് ചെയ്യണു. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഇവിടെ പക്കാ ഫേക്ക് എന്തോ പരിപാടികൾക്ക്, നാടകങ്ങൾ കളിക്കുകയാണെന്നാണ് കേസ് എനിക്കിതിൽ തോന്നുന്നത്. എന്തായാലും കോടതി ലക്ഷ്യ കേസ് വരുന്നുണ്ട്, ഭാഗ്യലക്ഷ്മീനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്നതാണ് ഈ നിയമം അറിയാവുന്ന ആളുകൾ പറയുന്നത് കേസ്. ഇതിൻ്റെ പിന്നിൽ ഒരു ദിലീപിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കണം, തെളിയിക്കണം എന്നുള്ള രീതിയിൽ ദിലീപ് കേസ് കൊടുക്കാൻ പോകുക എന്നൊക്കെ അറിയുന്നുണ്ട് കേസ്. എന്തായാലും നമുക്ക് ഇനി വഴിയെ കാണാം. ആ മനുഷ്യ ഒരു 9 കൊല്ലമല്ലേ, എന്തായാലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പറ്റാണ്ട് ഈ കരിയർ ഫീൽഡിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് കരിയർ ആകെ അവതാളത്തിലായി, ഫാമിലി ലൈഫിനെ ബാധിച്ചു, സമാധാനം ഇല്ലാണ്ട്, ഉറക്കമില്ലാണ്ട്, ഒരക്ഷരം മുണ്ടാൻ പറ്റാണ്ട്. കാരണം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കരുത്. ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും. അപ്പോൾ ഇനി അയാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കുമ്പോൾ ഇനി എത്ര കാശ് നഷ്ടപ്പെടും, എത്ര സമയം നഷ്ടപ്പെടൂലേ? ഇതാണ്. അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന അവർ, അല്ലെങ്കിൽ സീതാലക്ഷ്മി എന്ന് പറയുന്ന അവർ വിളിച്ചത് വരാനുണ്ട് കേസ്. പൾസർ സുനിയെ വിളിച്ചിട്ടുള്ള അവരെല്ലാവരും പുറത്തേക്ക് വരാനുണ്ട് കേസ്.